ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു സ്വഹാബിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. പ്രവാചകന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വഹി എഴുത്തുകാരിൽപ്പെട്ട ആളായിരുന്നു മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 13ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മദീനക്കാരനാണ് അദ്ദേഹം. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പ് മക്കയിൽ അവതരിച്ച ഖുർആനിന്റെ ആയത്തുകൾ മദീനയിൽ ഇരുന്ന് മനഃപ്പാഠമാക്കി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി മദീനയിൽ എത്തുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ കടന്നു വരുന്നു. സയ്യിദ് ബിൻ സാബിത്തിനെ റസൂലുള്ളാഹിക്ക് പരിചയപ്പെടുത്തുന്നു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിൻ സാബിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഹൂദികളുടെ ഭാഷ പഠിക്കാൻ ആവശ്യപ്പെടുന്നു. 13ാമത്തെ വയസ്സിൽ 14 ദിവസങ്ങൾ കൊണ്ടാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ജൂതന്മാരുടെ ഭാഷ പഠിക്കുന്നത്. യഹൂദികൾക്കിടയിൽ ഒരു പ്രബോധകനായി, ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രബോധകനായി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ 16ാമത്തെ വയസ്സിൽ ഖുർആൻ എഴുതുന്ന എഴുത്തുകാരനായി അള്ളാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിക്കുന്നു. 16 വയസ്സ് പ്രായമുള്ള ഖുർആൻ എഴുതുന്ന എഴുത്തുകാരനാണ്. 21 വയസ്സ് പ്രായമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ഖുർആൻ ക്രോഡീകരിക്കണം താങ്കൾ. 2 ചട്ടക്കുള്ളിലായി ഖുർആൻ ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകുന്ന ഉത്തരവാദിത്തം സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഖലീഫ, അങ്ങനെ 2 വലിയ പർവ്വതങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു പ്രവർത്തനത്തെക്കാളും എളുപ്പം അതാകുമായിരുന്നു. ഖുർആൻ ക്രോഡീകരണം എന്ന വലിയ പ്രവർത്തനത്തെക്കാളും എളുപ്പം ഉഹദ് പർവ്വതം എടുത്ത് മാറ്റിവെക്കുന്ന പണിയായിരുന്നുവെന്ന് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരണം പൂർത്തിയാക്കപ്പെടുന്നത്. ഒരു 10 പതിറ്റാണ്ടിലധികം കാലത്തെ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അധ്വാനമാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത്. സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ 33ാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. അദ്ദേഹത്തെ സ്വഹാബികൾ ഖബറടക്കുന്നു. മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്ന വാക്കുകളുണ്ട്, ഞങ്ങൾ സയ്യിദ് ബിൻ സാബിത്ത് എന്നൊരു വ്യക്തിത്വത്തെ മാത്രമല്ല ഈ 6 മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത്, ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ മഹാശേഖരത്തെയാണ് ഞങ്ങൾ 6 മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് എന്ന് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ചാണ് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത്. ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. രാവിലെ മുതൽ ഖുർആനാണ് ഈ ഓഡിറ്റോറിയത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. നമ്മുടെ മുന്നിൽ ഖുർആനാണ് നമ്മളെ ഇങ്ങനെ ഇരുത്തുന്നത്. ഖുർആനിന്റെ ശബ്ദങ്ങളാണ്, ഖുർആനിന്റെ അത്ഭുതങ്ങളാണ് നമ്മൾ ആത്മവിശ്വാസമുള്ളവരാക്കുന്നത്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന പള്ളികളിൽ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഇന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ നാവുകളിൽ നമ്മൾ ഖുർആനുമായി ബന്ധമുണ്ടാക്കുന്നു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് യാത്രയായി 14 നൂറ്റാണ്ടുകളായി. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മൾ ഉദ്ധരിക്കുന്ന ഖുർആൻ വചനത്തിന്റെ ഓഹരി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് നന്മയായി